പ്രിയമുള്ളവരെ, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് ഒരു പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇത്. മുഴുവൻ കണ്ടാലേ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാവുള്ളൂ. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പം നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. ചിലപ്പം തുണി നന്നായിട്ട് അലക്കുകയോ അല്ലെങ്കിൽ അത് പിഴിയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വാഷിംഗ് മെഷീനിൽ ഇരുന്ന് ഷെയ്ക്ക് ആവുന്നത് കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒരു വർഷം അല്ല 2 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതിന് 1-2 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം ഈ തറയിൽ നന്നായിട്ട് ഉറച്ചിരിക്കാത്തതാണ് അതിനുള്ള ഷെയ്ക്ക് ആവാനുള്ള കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം ഇതിൻ്റെ ഷോക്ക് ഓബ്സറുകൾ കംപ്ലൈൻ്റ് ആവുന്നതാണ്. ഷോക്ക് ഓബ്സർ കംപ്ലൈൻ്റ് ആവാനുള്ള പ്രധാന കാരണം തറയിൽ ഉറച്ചിരിക്കാത്തതും അതുപോലെ ഇതിൻ്റെ അലൈൻമെൻറ്റിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ വാഷിംഗ് മെഷീൻ നന്നായിട്ട് ഷെയ്ക്കാവുന്നത്. ചിലപ്പോൾ അത് വളരെ അപകടകരമായ രീതിയിൽ ഷെയ്ക്കാവുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് ഈ കമ്പനിയിൽ നമ്മൾ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. കാരണം ബ്രാൻഡഡ് വാഷിംഗ് മെഷീനുകൾക്കെല്ലാം 4 വർഷം കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. ഈ സാധനങ്ങൾ ഏത് കംപ്ലൈൻ്റ് ആയാലും അവർ ഫുള്ള് ആ സാധനം കൊണ്ടുവന്ന് മാറി അത് ഫിറ്റ് ചെയ്ത് ഫുൾ ഫ്രീ ആക്കി നമുക്ക് തരുന്നതായിരിക്കും. അത്രയും ഗ്യാരണ്ടി ഉണ്ട് ഇതിന്. അതുകൊണ്ട് മടിച്ച് നിൽക്കാതെ ഉടനെ തന്നെ ശരിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് കണ്ടാൽ അറിയാം, ഇതൊരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്റ്റാൻഡിൽ വെക്കാതിരിക്കുക. കടയിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡ് ചിലപ്പോൾ കുറച്ച് പൈസയ്ക്ക് ഈ സ്റ്റാൻഡും കൂടെ തരാം, വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പൊക്കി വെക്കാമെന്നൊക്കെ പറയും. ആ സ്റ്റാൻഡ് ഒരിക്കലും നമ്മൾ വെക്കരുത്. തറയിൽ ഡയറക്റ്റായിട്ട് വെക്കാവുന്ന രീതിയിലാണ് വാഷിംഗ് മെഷീൻ അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഇതാണ് ആ ഷോക്ക് ഓബ്സർ കംപ്ലൈൻ്റ് ആയ സാധനം. ഇത് 2 സൈഡിലുണ്ട്, അത് രണ്ടും മാറി തന്നു. അതുപോലെ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് ചെയ്തു തരും. അതുപോലെ ഈ സ്റ്റാൻഡ് ഒരിക്കലും മേടിക്കരുത്. വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ സ്റ്റാൻഡിൽ വയ്ക്കരുത്. നിലത്താണ് വെക്കാറുള്ളത്. ഈ വാഷിംഗ് മെഷീൻ നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കംപ്ലൈൻ്റ് എല്ലാം ഫിക്സ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞ് ഈ വാഷിംഗ് മെഷീൻ തൂക്കി നമ്മൾ തറയിൽ വെച്ച് അത് സോൾവ് ചെയ്ത് ഈ സ്റ്റാൻഡ് എടുത്ത് നമ്മൾ ദൂരെ കളയുവാണ്, മാറ്റുവാണ്. അപ്പോൾ ഇങ്ങനെ തറയിൽ വെച്ചാൽ മതി, നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവും. അടിപൊളിയായിട്ട് വാഷിംഗ് മെഷീൻ വർക്കാവും.